എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നമ്മുടെ ഇഫാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്നതാണ്. ഇതേ സമയം അവൾ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാതെ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോവുക. കാരണം ഇത്രയും നടന്നിട്ട് ഇനിയും അങ്ങോട്ട് പോവാനുള്ള ധൈര്യമൊന്നും ഇഫാൻ ഇല്ലായിരുന്നു. ഇതേ സമയം ഫ്രണ്ട് വാതിൽ തുറക്കുമ്പോൾ ഇവളെ കണ്ട് ഒന്ന് ഷോക്കാവും. ഇവൾ എന്താ ഈ സമയത്ത് ഇവിടെ എന്ന് വിചാരിക്കും. ഇതേ സമയം ഇഫാൻ അവളുടെ അടുത്ത് ഒരു കള്ളം പറയും, ഞാൻ നിന്റെ ബ്രേസ്ലെറ്റ് തിരിച്ചു തരാൻ വേണ്ടിയാണ് വന്നതെന്ന്. ഫ്രണ്ടിന്റെ വീട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീടാണ്. ആ വീട്ടിൽ തന്നെ അവളുടെ അമ്മയും അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും ആന്റിയും അങ്കിളും അവരുടെ കൊച്ചുമക്കളും മക്കളുമായിട്ട് ഒരു വലിയ ഫാമിലി തന്നെ ആ ഒരു കൊച്ചു വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഈ സമയത്ത് മനസ്സോടെ നമ്മുടെ ഇഫാൻ അവളുടെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, എടി ഞാൻ ഇന്നൊരു ദിവസം ഇവിടെ തങ്ങിക്കോട്ടെ എന്ന്. ഇതേ സമയം അവളുടെ ഫ്രണ്ട് വളരെ ഹാപ്പി ആയിട്ട് അവളോട് പറയും, അതിനെന്താ നീ ഇവിടെ നിന്നോന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ബെഡിലായിരിക്കും കിടക്കുക. അതിൽ നിറയെ മറ്റു കുട്ടികളും ഉണ്ടാവും. ഇതേ സമയം നമ്മുടെ ഇഫാൻ ഒരുപാട് ചിന്തകളിലായിരിക്കും. ഇഫാന് പാസ്റ്റിലും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവൾ അതും ആലോചിച്ചാണ് ഉറങ്ങുന്നത്. ഇതേ സമയം അവൾ ആ പാസ്റ്റ് കാണുകയാണ്. അവളുടെ അമ്മ അവളെ ശകാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭാഗത്താണ് തെറ്റ്, നീ ഒരിക്കലും അവിടേക്ക് പോകരുതായിരുന്നു എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് ടീമിന്റെ ഭാഗത്താണ് അമ്മ നിൽക്കുന്നത്. ഇഫാന്റെ കൂടെ നിൽക്കാതെ അമ്മയുടെ ഓരോ പരിപാടിയുമായിട്ട് അവിടെ നിന്ന് പോകും. ഇഫാൻ അമ്മയോട് ഒരുപാട് തവണ പറയുന്നുണ്ട്, അമ്മ എന്നെ ഒറ്റക്കാക്കില്ലേ എന്ന്. ഇതെല്ലാം ഓർത്ത് ഇഫാൻ അങ്ങനെ ഉറങ്ങിപ്പോകുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെയാണ് അവൾ ഉറക്കമെണീക്കുന്നത്. അവൾ എണീക്കുന്നത് തന്നെ ആ വീട്ടിലെ ഒരു വലിയ ബഹളം കേട്ടിട്ടാണ്. അങ്ങനെ ഇഫാനെ ഫ്രണ്ടിന്റെ അമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അവൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ വീട് മൊത്തം ഒരു കലവിലയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആൾക്കാർ പോവുകയാണ്. എന്നാലും നമ്മുടെ ഇഫാനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യുന്നുമുണ്ട്. ഇതേ സമയം അവളുടെ ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ നോക്കി നിന്നാൽ നീ കണ്ണു പൂട്ടി തുറക്കുമ്പോഴേക്കും ഈ ഫുഡെല്ലാം വേഗം കഴിക്കാൻ വേണ്ടി അവളോട് പറയുന്നുമുണ്ട്. അവൾ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവളെ ഒരാൾ ഫോൺ ചെയ്യാണ്. അവളുടെ ഓഫീസിൽ നിന്നാണ് ഫോൺ കോൾ. അവൾ അപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഓഫീസിലേക്ക്. ഇതേ സമയം അവൾക്ക് അവിടെ വലിയ വരവേൽപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. എല്ലാവരും അവളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എല്ലാവരും അവളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതേ സമയം നമ്മുടെ ഇഫാന് ഒന്നും മനസ്സിലാവില്ല. കഥയിലെ തുടക്കത്തിൽ തന്നെ അവൾക്കത് ഷൂട്ട് ചെയ്ത് അത് ഇവിടെ എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൾ ഫയർ ആവുമെന്നാണ് നമ്മുടെ ഇഫാൻ വിചാരിച്ചത്. ഇതേ സമയം അവിടെയുള്ള ഒരാൾ അവളോട് പറയാൻ, നീ സ്മഗ്ലേഴ്സിനെ സാഹസികമായി രക്ഷിച്ചത് അതൊരു വലിയ വാർത്ത തന്നെ ആയിട്ടുണ്ട്. നമ്മുടെ ഇഫാൻ അവിടെ ഒരു പുരസ്കാരം തന്നെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ഇതെല്ലാം കണ്ട് നമ്മുടെ ഇഫാൻ വളരെ സന്തോഷിക്കുന്നു. പിന്നെ അവിടെയുള്ള ഒരാൾ നമ്മുടെ ഇഫാന് വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഇവരുടെ മീഡിയയിൽ നിന്ന് തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇവളുടെ ബോസ് വന്നിട്ട് ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ വരുന്ന ന്യൂ ഇയർ ഇവൻ തത്സമയമായിട്ട് സംരക്ഷണം ചെയ്യാൻ നമ്മുടെ ഇഫാനെയും വിളിക്കുന്നുണ്ട്. ഇതേ സമയം അവളൊരു ഞെട്ടലോടെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ജോബ് ഇവിടെ പെർമനന്റ് ആയോന്ന്. അതേസമയം അവർ ഇൻഡയറക്റ്റ് ആയിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, നമ്മുടെ ഇഫാനും ഈ പ്രാവശ്യം ന്യൂ ഇയർ ഇവന്റിന് വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഇഫാന് വളരെ സന്തോഷമാവും. പിന്നീട് കാണുന്നത് അവിടെ നടക്കുന്ന ന്യൂ ഇയർ ഇവന്റ് ആണ്. ഇതേ സമയം ഇവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവൾ സാങ്ങിനെ കാണുന്നത്. ഇതേ സമയം അവളിങ്ങനെ മറിഞ്ഞു നിൽക്കുന്നുണ്ട്, സാങ് അവളെ കാണാതിരിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് പറയും, നിന്റെ കയ്യിൽ മാസ്ക് ഉണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് അവിടുന്ന് മാസ്ക് ഒക്കെ ഇട്ടാണ് അവൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. കാരണം അവൾക്ക് അത്രയും നിർബന്ധമുണ്ട് അവൾ ഒരിക്കലും സാങ് കാണരുത് എന്നുള്ളത്. ഈ സമയം തന്നെ ഇഫാന് വാഷ്റൂമിലേക്ക് പോകാനുണ്ടാവും. അവളാണെങ്കിൽ ഓടിച്ചെന്ന് അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു നീണ്ട ക്യൂ ഉണ്ടാവും. ഇതേ സമയം അവൾ ആ ക്യൂവിന്റെ ഏറ്റവും അറ്റത്ത് പോയി നിൽക്കും. അതേ സമയം തന്നെ അങ്ങോട്ട് ആരാ വരുന്നത്, നമ്മുടെ സാങ്ങും അവന്റെ അമ്മയും. ഇതേ സമയം സാങ്ങിന്റെ അമ്മ അവനോട് പറയുന്നുണ്ട് അവന്റെ അനിയത്തിയെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി. അവൾക്ക് എൻട്രൻസ് എക്സാം ആണ് വരുന്നത്. അവളാണെങ്കിൽ പ്രഷർ കൊണ്ട് നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട്, അവളെ നന്നായിട്ട് നോക്കണം. അച്ഛനും അമ്മയും കൂടി ഈ ന്യൂ ഇയറിന് പുറത്തേക്ക് പോവാണ്. കുറച്ച് സമയം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ നീ നിന്റെ അനിയത്തിയെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഇതെല്ലാം നമ്മുടെ ഇഫാൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാവും. എന്നിട്ട് അവനും അവന്റെ അനിയത്തിയും അവിടെ നിന്ന് സംസാരിക്കായിരിക്കും. അവന്റെ അനിയത്തിയും അതേ ക്യൂവിൽ തന്നെ ഉണ്ടാവും. അവന്റെ അനിയത്തിയോട് അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻട്രൻസിന്റെ എക്സാമിന്റെ ടെൻഷൻ വല്ലതും ഉണ്ടോന്ന്. അപ്പൊ അവൾ പറയും അങ്ങനെയൊന്നും ഇല്ലാന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ നന്നായിട്ട് പഠിക്കണം, ഞാനധികം പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയതെന്ന് അവന് തന്നെ ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഇഫാന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അവൾ അവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോഴോ ഈ സാങ്ങും ഇവളുമെല്ലാം ഒരേ യൂണിവേഴ്സിറ്റിയിലാണല്ലോ പഠിച്ചത്. അപ്പോൾ ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അതേ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ വിടുന്നുണ്ടാവും ആസ് യൂഷ്വൽ. ഇതേ സമയം അവളുടെ ഫ്രണ്ട് വിളിച്ച് അവളോട് പറയും, ഈ ഒരു മെസ്സേജിലേക്ക് ആദ്യം തന്നെ വിഷ് ചെയ്തത് സാങ് ആണെന്നുള്ള കാര്യം. ഇവളാണെങ്കിൽ ഇവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സാങ് അയച്ച മെസ്സേജ് ഇവൾക്ക് കാണില്ല. അപ്പോൾ അവൾ വിചാരിക്കും ഇവൻ എന്നെ ബ്ലോക്ക് ചെയ്തോന്ന്. അതൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി അവൾ അപ്പം തന്നെ അവൻ്റെ പ്രൈവറ്റ് നമ്പറിലേക്ക് ഒരു ഹായ് വിടും. ഇതേ സമയം അവൾ അവളുടെ DP ഒഴിവാക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ ആ മെസ്സേജ് കാണുന്നുണ്ടാവും. എന്നാൽ ആരാന്ന് മനസ്സിലാവുകയില്ല. അവൻ തിരിച്ച് റീപ്ലൈ കൊടുക്കുമ്പോൾ അവൾ അതിന് മെസ്സേജ് അയക്കുകയില്ല.
ശേഷം അവൾ വാഷ്റൂമിൽ പോയിട്ട് അവിടുന്ന് അപ്പം തന്നെ ഇറങ്ങിയിട്ട് അവൾ വന്ന കാര്യം നിറവേറ്റാൻ വേണ്ടി പോകും. ചാനലിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഓരോരുത്തരുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് എല്ലാവരുടെ അടുത്തും അവൾ ചോദിക്കും, എന്താണ് നിങ്ങളുടെ ഹാപ്പി ന്യൂ ഇയറിലെ വിഷ് എന്ന്. ഓരോരുത്തരായിട്ട് പറയും, എനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് സെറ്റ് ആവണം, എനിക്ക് ഫ്യൂച്ചർ സെറ്റ് ആവണം. ഹാപ്പി ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരു ശുഭകാര്യം തുടങ്ങുന്ന ദിവസമാണല്ലോ. അപ്പോൾ ഓരോരുത്തർ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതേ സമയം ഇവരിതെല്ലാം ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഇവരിതെല്ലാം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവിടെ 10, 9, 8 എന്ന് പറഞ്ഞ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുന്നുണ്ട്. 1 ആവുമ്പോൾ തന്നെ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ എന്ന് ഒച്ചത്തിൽ പറഞ്ഞിട്ട് അവിടെ കൊട്ടും മേളവും പാട്ടും വലിയൊരു ബഹളം തന്നെയായിരിക്കും. ഇതേ സമയം ഇഫാൻ ഒന്ന് ബാക്കോട്ട് തിരിയുമ്പോൾ തന്നെ നമ്മുടെ സാങ്ങുമായിട്ട് അവൾ കൂട്ടിമുട്ടുന്നുണ്ട്. അവളാണെങ്കിൽ അവൾ മാസ്ക് ഇട്ടതുകൊണ്ട് അവളെ മനസ്സിലായില്ല എന്ന് വിചാരിക്കും. ഇതേ സമയം സാങ് അവിടുത്തെ പോകുമ്പോൾ ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടായിരിക്കും പോവാ. അവളൊന്ന് ഷോക്കായിട്ട് വിചാരിക്കും, അവൻ എന്നോടായിരിക്കോ പറഞ്ഞത്. ഇതോടെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ കൈയാണ്. എന്നിട്ട് പിന്നീട് 2-3 സീൻസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ സാങ് ശരിക്കും അവൾ കാറിൽ പതുങ്ങിയിരിക്കുന്നത് കണ്ടിരുന്നു. ഇതേ സമയം അവൾ അവിടെ വാഷ്റൂമിൽ വന്നതും അവൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ അവളെ പോയിട്ട് അവനാണ് മുൻകൂട്ടി ഇടിച്ചത്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് കഴിയുന്നത്. ഇതുവരെ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.